Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ നിങ്ങള്? Good afternoon, ma'am. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഏതാ പറഞ്ഞത്? കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചായിരുന്നു അല്ലെ? അല്ലേ? അതെ. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഏത് കാലഘട്ടമായിരുന്നു പഴശ്ശി വിപ്ലവം നടന്നത്? 1793. ഓക്കെ, മെസ്സേജ് ചെയ്യട്ടോ നമ്മള്. ഓക്കെ, 1893 തുടങ്ങി 97 വരെ. ഇനി പഴശ്ശി വിപ്ലവം എത്ര വിപ്ലവങ്ങൾ ഉണ്ടായിരുന്നു? രണ്ട് വിപ്ലവം അല്ലെ? രണ്ട് കാലഘട്ടത്തിലായിട്ട് രണ്ട് വിപ്ലവമായിരുന്നു നടന്നത്. ഓക്കെ, നിങ്ങളിപ്പോ അത് പഠിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗങ്ങളിലേക്ക് നോക്കാം. നമ്മള് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതില് നോക്കുന്ന അടുത്ത രണ്ട് കലാപങ്ങളെ കുറിച്ച്, അടുത്ത പ്രധാനപ്പെട്ട രണ്ട് കലാപങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആറ്റിങ്ങൽ കലാപവും അതുപോലെ തന്നെ എന്താണ് അഞ്ചുതെങ്ങ് കലാപവും. ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങ് കലാപവും. ബാക്കി ടോപ്പിക്സുകൾ ഇതിന് ശേഷം എടുക്കുന്നതാണ് കേട്ടോ. അപ്പോ എന്താണ് അഞ്ചുതെങ്ങ് കലാപം? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപമാണെന്ന് അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം പുറപ്പെട്ടത്. ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്ത്? കലാപമായിരുന്നു എന്ത്? അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. 1697 കലാപം പുറപ്പെട്ടത്. ഈ കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? എന്തായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തിന്റെ റീസൺ എന്ന് പറയുന്നത്? കുരുമുളകിന്റെ കുത്തക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതാണ്. കുരുമുളകിന്റെ കുത്തക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതാണ്. എന്തിനു കാരണം? അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണങ്ങളിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാര് കുരുമുളകിന്റെ കുത്തക അല്ലെ? കുരുമുളകിന്റെ കുത്തക ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതാണെന്ന് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിലായി പറയുന്നത്. ഏത് കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്? 1697 അഞ്ചുതെങ്ങ് കലാപം പുറപ്പെട്ടത്. അഞ്ചുതെങ്ങ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചുതെങ്ങ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലോ. തിരുവനന്തപുരത്താണ് എന്ത്? അഞ്ചുതെങ്ങ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏത് വർഷമാണ് ഇത് നടന്നത്? 1697 അഞ്ചുതെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം 1693
1890 ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുണ്ടായി. അഞ്ചുതെങ്ങില് 1690 ബ്രിട്ടീഷുകാർക്ക് ഒരു കോട്ട നിർമ്മിക്കാനുള്ള അധികാരം ലഭിച്ചത്. ഏത് കാലഘട്ടത്തിലാണ്? 1690 ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട നിർമ്മിക്കാനുള്ള അധികാരം ലഭ്യമായത്. ഓക്കെ, അത്രയുമാണ് ആറ്റിങ്ങൽ കലാപവുമായി അവിടെ ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകൾ. ഏത് വർഷമാണ്? 1697 ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ആറ്റിങ്ങൽ എന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് ആറ്റിങ്ങൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്താണ്? കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാര് കുരുമുളകിന്റെ കുത്തക സ്വന്തമാക്കിയതാണ് ഇതിന് കാരണം. അഞ്ചുതെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെടുവാനുള്ള കാരണമായത്. ഇനി ബ്രിട്ടീഷുകാര് അഞ്ചുതെങ്ങിൽ കോട്ട പണിയിപ്പിച്ചത് ഏത് വർഷത്തിലായിരുന്നു? 1695 ബ്രിട്ടീഷുകാര് അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് അഞ്ചുതെങ്ങ് കലാപവുമായിട്ട് പ്രധാനപ്പെട്ട വസ്തുതകളിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആറ്റിങ്ങൽ കലാപം എന്താണെന്ന് നോക്കാം. ആറ്റിങ്ങൽ കലാപം 1721 എന്ത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 1721 ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് എന്ത്? ആറ്റിങ്ങൽ കലാപം. ആദ്യ ഗോത്രവർഗ കലാപം ഏതായിരുന്നു? ആദ്യത്തെ ഗോത്രവർഗ കലാപം ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കുറിച്യർ കലാപം അല്ലെ? ആദ്യത്തെ ഗോത്രവർഗ കലാപം എന്ന് പറയുന്നത് കുറിച്യർ കലാപം എന്നും ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് എന്ത്? ആറ്റിങ്ങൽ കലാപം. നിങ്ങൾ ആ സംഘടിത കലാപം എന്നുള്ള വാക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ആറ്റിങ്ങൽ കലാപമാണ് എന്താ? ആദ്യത്തെ സംഘടിത കലാപം. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 1721 ആദ്യത്തെ സംഘടിത കലാപമായ ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു. ഓക്കെ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം, തീയതി എന്നായിരുന്നു? 1721 ഏപ്രിൽ 15 1721 ഏപ്രിൽ 15 എന്ത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. സ്പീഡിൽ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ പറയണേ, കമന്റ് ചെയ്യണേ. ഇനി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരായിരുന്നു? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. കേട്ടോ, ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തില് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ആര്? ഗിഫോർഡ് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് ഈ കലാപത്തില് വധിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? ഗിഫോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതായിരുന്നു? വേണാട് ഉടമ്പടി. ഓക്കെ, വേണാട് ഉടമ്പടി ആയിരുന്നു എന്ത്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിട്ട് പരാമർശിക്കുന്നത്. ഈ ഉടമ്പടി എന്നാണ് ഒപ്പുവെച്ചത്?
1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. 1723 വേണാട് ഉടമ്പടി എന്താ ഒപ്പുവെച്ചത്. ഓക്കെ, ഇനി വേണാട് ഉടമ്പടിയില് മറ്റാരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ടാവാം? വേണാട് ഉടമ്പടിയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം ആണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വേണാട് ഉടമ്പടിയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് ആരാണ്? അലക്സാണ്ടർ ഓം ആണ്. അലക്സാണ്ടർ ഓം. അലക്സാണ്ടർ ഓം ആണ് വേണാട് ഉടമ്പടിയില് ആർക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഏത് വർഷമാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. അക്കാലഘട്ടത്തിലെ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു അക്കാലഘട്ടത്തിലെ വേണാട്ടിലെ ഭരണാധികാരി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം, തീയതി എന്നായിരുന്നു? 1725 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, ആറ്റിങ്ങൽ കലാപത്തില് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ആര്? ആരായിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? അരുൺ രാജു എന്ന് പറഞ്ഞേ, ഏത് ഉദ്യോഗസ്ഥനാണ് മരിച്ചത്? അരുൺ, കേൾക്കുന്നില്ല? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതായിരുന്നു? വേണാട് ഉടമ്പടി അല്ലെ? വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപവുമായി ഒപ്പുവെച്ച ഉടമ്പടി എന്ന് പറയുന്നത്. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ച ഭരണാധികാരി ആരായിരുന്നു? അലക്സാണ്ടർ ഓം ആണ് കേട്ടോ. വേണാട് ഉടമ്പടിയിലെ ഈസ്റ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം ആയിരുന്നു. ഓക്കെ, ഏത് വർഷമാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്? ഏത് വർഷമാണ് അഞ്ചുതെങ്ങ് കലാപം? ഏത് വർഷമായിരുന്നു? 1697 അഞ്ചുതെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, എന്തായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? കുരുമുളകിന്റെ കുത്തക ആരാണ് സ്വന്തമാക്കിയത്? കുരുമുളകിന്റെ കുത്തക ആരാണ് സ്വന്തമാക്കിയത്? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനാലാണ് എന്ത് അഞ്ചുതെങ്ങ് കലാപം പൊട്ടിപ്പുറപ്പെടുവാനുള്ള കാരണമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ? പറഞ്ഞ പോയിന്റ്സുകള് നന്നായിട്ട് പഠിക്കാം. അത്രയും ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ചോദ്യങ്ങൾ വരുള്ളൂ. ഇയറും നടന്ന സ്ഥലവും പെട്ടെന്നുള്ള കാരണങ്ങളും എന്താണെന്നുള്ളത് വ്യക്തമായി പഠിക്കാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുണ്ടറ വിളംബരത്തെ കുറിച്ചാണ്. ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്? ഇതിനു മുമ്പ് ഒരാളെ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലെ? ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്? ആരാണ്?
വേലുത്തമ്പി ദളവ അല്ലെ, വേലുത്തമ്പി ദളവയാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി അല്ലെ, വേലായുധൻ ചെമ്പകരാമൻ എന്ന് പറയുന്ന വേലുത്തമ്പിയാണെന്ത് കുന്തള വിളംബരം പുറപ്പെടുവിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് ഈ കുന്തള വിളംബരം പുറപ്പെടുവിച്ചത്? അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് കുന്തള വിളംബരം പുറപ്പെടുവിച്ചത്. ബ്രിട്ടീഷ് ദുർഭരണത്തെ എവിടെ നിന്ന് തുടച്ചു നീക്കാൻ? തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേലുത്തമ്പി ദളവ കുന്തള വിളംബരം പുറപ്പെടുവിച്ചത്. ബ്രിട്ടീഷ് ദുർഭരണമാണ് അല്ലെ, ബ്രിട്ടീഷ് ദുർഭരണത്തെ എന്താണ് തിരുവിതാംകൂറിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കുന്തള വിളംബരം പുറപ്പെടുവിച്ചത്. ഏത് വർഷമാണ് കുന്തള വിളംബരം നടന്നത്? 1809 ജനുവരി 11 കുന്തള വിളംബരം നടക്കുക. 1809 ജനുവരി 11 കുന്തള വിളംബരം നടന്നത്. കുന്തള വിളംബരം നടത്തിയ സ്ഥലം എവിടെയായിരുന്നു? ഏത് ക്ഷേത്ര സന്നിധിയിലായിരുന്നു കുന്തള വിളംബരം നടത്തിയത്? കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലായിരുന്നു കുന്തള വിളംബരം നടത്തിയത്. ഇളമ്പല്ലൂർ എന്ന സ്ഥലം നോക്കുക, അതെവിടെയാണ്? കുണ്ടറ. കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് എന്ത് കുന്തള വിളംബരം നടത്തിയത്. വേലുത്തമ്പിയെ നേരിടാനായിട്ട് തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരായിരുന്നു? വേലുത്തമ്പിയെ നേരിടാനായി തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരായിരുന്നു? കേണൽ ലീഗർ ആയിരുന്നു. കേണൽ ലീഗറാണ് വേലുത്തമ്പിയെ നേരിടാനായി തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്. ഏത് ഉദ്യോഗസ്ഥനായിരുന്നു? കേണൽ ലീഗർ ആയിരുന്നു വേലുത്തമ്പിയെ നേരിടാനായി തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്. ഇനി വേലുത്തമ്പിയെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറയാം. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി അല്ലെ, വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ. ഓക്കെ, വേലായുധൻ ചെമ്പകരാമൻ തമ്പിയാണ് വേലുത്തമ്പി ദളവ. 1765 കന്യാകുമാരിയിലെ കൽക്കുളത്താണ് അദ്ദേഹം ജനിച്ചത്. 1765 കന്യാകുമാരിയിലെ കൽക്കുളത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ തറവാട്ട് നാമം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ തറവാട്ട് നാമം തലക്കുളത്ത് വീടായിരുന്നു അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര്. ഓക്കെ, കുന്തള വിളംബരം ഇദ്ദേഹം ഏത് വർഷത്തിലാണ് പുറപ്പെടുവിച്ചത്? 1809 ജനുവരി 11 അദ്ദേഹം കുന്തള വിളംബരം പുറപ്പെടുവിച്ചത്. ഓക്കെ, അത് ആ ഭാഗം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ പറയുന്നത് ഷോർട്ട് നോട്ട് പോലെ എഴുതിയെടുക്കുന്നില്ലേ? യെസ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മലബാർ ജില്ലാ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ്. ശ്രദ്ധിച്ചിരിക്കണം, മലബാർ ജില്ലാ കോൺഗ്രസ്. ഇതില് പ്രധാനമായും ഒരുപാട് വർഷങ്ങളും സ്ഥലങ്ങളുമാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഒരുപാട് വർഷങ്ങളും സ്ഥലങ്ങളുമാണ് മലബാർ ജില്ലാ കോൺഗ്രസില് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസ്? 1916 മുതൽ 1920 വരെ.
1916 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിലാണ് മലബാർ ജില്ലാ കോൺഗ്രസ് നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രഥമ അധ്യക്ഷ എന്ന് പറയുന്നത് ആരായിരുന്നു? ഇതിന്റെ പ്രഥമ അധ്യക്ഷ എന്ന് പറയുന്നത് ആനി ബസന്റ് ആയിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷ എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷ ആനി ബസന്റ് ആണ്. 1916 ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് ഏത് പ്രദേശത്തായിരുന്നു? ഏത് ജില്ലയിലായിരുന്നു? പാലക്കാട് ജില്ലയിലായിരുന്നു 1916 മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത്. 1916 പാലക്കാട് വെച്ചിട്ടാണ് പ്രഥമ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഓക്കെ, അക്കാലത്ത് ഏതെല്ലാം നേതാക്കളായിരുന്നു ഈ ജില്ലാ കോൺഗ്രസ് തലത്തില് നയിച്ചിരുന്നത്? ആരൊക്കെയായിരുന്നു അക്കാലത്തെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്കും മലബാറിൽ നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികൾ? ആരൊക്കെയായിരുന്നു? നോട്ട് ചെയ്ത് പോക. ആരൊക്കെയായിരുന്നു? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, MP നാരായണ മേനോൻ. ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തിത്വങ്ങളാണ് ആരൊക്കെ? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, MP നാരായണ മേനോൻ. ഇവരായിരുന്നു അക്കാലത്തെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്കും മലബാറിൽ നേതൃത്വം നൽകിയത്. ഇനി രണ്ടാം ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഏത് കാലഘട്ടത്തിലായിരുന്നു? 1917 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് എവിടെ വെച്ചായിരുന്നു? കോഴിക്കോട്. രണ്ടാം മലബാർ കോൺഗ്രസ് 1917 കോഴിക്കോട് വെച്ചായിരുന്നു. 1917 കോഴിക്കോട് വെച്ചായിരുന്നു രണ്ടാം ജില്ലാ കോൺഗ്രസ് സമ്മേളനം. ഇനി രണ്ടാം ജില്ലാ മലബാർ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? CP രാമസ്വാമി അയ്യരായിരുന്നു രണ്ടാം ജില്ലാ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത്. രണ്ടാം ജില്ലാ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? CP രാമസ്വാമി അയ്യരായിരുന്നു. ഏത് കാലഘട്ടത്തിലായിരുന്നു? 1917 രണ്ടാം ജില്ലാ കോൺഗ്രസിന്. ആരാണ് നേതൃത്വം വഹിച്ചത്? ആരാണ് നേതൃത്വം വഹിച്ചത്? അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? CP രാമസ്വാമി അയ്യരായിരുന്നു. CP രാമസ്വാമി അയ്യരാണ് രണ്ടാം ജില്ലാ കോൺഗ്രസിന് നേതൃത്വം വഹിച്ചത്. ഓക്കെ, 1ഉം 2ഉം ഓക്കെയല്ലേ? ഇന്നത്തെ രണ്ടാമത്തെ കോൺഗ്രസ് നോക്കിയാലോ? ഓക്കെ, അപ്പൊ 1918 മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് അല്ലെ? 1918 എവിടെ വെച്ചായിരുന്നു? തലശ്ശേരിയിലായിരുന്നു കേട്ടോ. തലശ്ശേരിയിലായിരുന്നു എന്ത്? മലബാർ ജില്ലാ കോൺഗ്രസ്. തലശ്ശേരിയിൽ വെച്ചായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസ് 1918. ആ ഡേറ്റ്സുകള് വർഷങ്ങള് നോക്കി പോവാട്ടോ. അവിടെ അന്ന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? മലബാറിലെ ജില്ലാ കോൺഗ്രസിന് നേതൃത്വം വഹിച്ചത് ആസിഫ് അലി ഖാൻ ആയിരുന്നു. ആസിഫ് അലി ഖാൻ ആണ് 1918 തലശ്ശേരിയില് മൂന്നാം ജില്ലാ കോൺഗ്രസിന് നേതൃത്വം വഹിച്ചത്. ആരായിരുന്നു? 1918 മൂന്നാം മലബാർ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ആസിഫ് അലി ഖാൻ ആയിരുന്നു. ആസിഫ് അലി ഖാൻ. പേര് നോട്ട് ചെയ്യുക. ആസിഫ് അലി ഖാൻ ആയിരുന്നു. ആസിഫ് അല്ല, ആസിം. ആസിം ആണ് കേട്ടോ. ഓരോരോ
പുസ്തകങ്ങളിൽ ചിലപ്പോൾ വ്യത്യസ്തമായ പേരുകളായിരിക്കാം, എന്നാലും ആസിം തന്നെയാണ് പഠിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പോ 16 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു അല്ലെ. 3 ജില്ലാ കോൺഗ്രസുകൾ കഴിഞ്ഞു. 3 ജില്ലാ കോൺഗ്രസുകൾ നടന്ന സ്ഥലവും വർഷങ്ങളും ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തതെന്ന് വ്യക്തമായി മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് 4ാം ജില്ലാ കോൺഗ്രസിലേക്ക് നോക്കാം. എവിടെ വെച്ചായിരുന്നു 4ാമത്തെ വേദി എന്ന് പറയുന്നത്? 1919 മലബാർ കോൺഗ്രസ് 4ാം ഘട്ടം അല്ലെ. 4ാം ഘട്ടം എവിടെയായിരുന്നു? വടകരയിലായിരുന്നു. 1919 വടകരയിലായിരുന്നു. KP രാമനായിരുന്നു അതിന് അധ്യക്ഷത വഹിച്ചത്. ആരായിരുന്നു 4ാമത്തേതില്? വടകരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് KP രാമൻ മേനോനാണ്. KP രാമൻ മേനോനാണ് 4ാം മലബാർ കോൺഗ്രസിലെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. ഓക്കെ, ഇനി 1920 മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെയായിരുന്നു? മഞ്ചേരിയിലായിരുന്നു അല്ലെ. മഞ്ചേരിയിലായിരുന്നു 1920 അടുത്ത സമ്മേളനം നടന്നത് മഞ്ചേരിയിലായിരുന്നു. അതിനാരായിരുന്നു അധ്യക്ഷത വഹിച്ചിരുന്നത്? കസ്തൂരി രംഗൻ അയ്യങ്കാർ ആയിരുന്നു അധ്യക്ഷൻ. കസ്തൂരി രംഗൻ അയ്യങ്കാർ ആയിരുന്നു 1920 മലബാർ കോൺഗ്രസ് സമ്മേളനത്തില് അധ്യക്ഷത വഹിച്ചത്. കസ്തൂരി രംഗൻ അയ്യർ കേട്ടോ. കസ്തൂരി രംഗൻ അയ്യങ്കാർ ആയിരുന്നു 1920 മലബാർ കോൺഗ്രസിന് നേതൃത്വം വഹിച്ചത്. ഇനി 1920 ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിലെ ഏതെല്ലാം വിഷയങ്ങളാണ് പ്രതിപാദിക്കപ്പെട്ടത്? നമുക്ക് നോക്കാം. 1920 മലബാർ ജില്ലാ കോൺഗ്രസിലെ ഏതെല്ലാം വിഷയങ്ങളായിരുന്നു അവര് ചർച്ച ചെയ്യപ്പെട്ടത്? ഏതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നു എന്ന് നോക്കാം. അതിലെ ഒന്നാമത്തേതാണ് എന്ത്? ഭരണ പരിഷ്കാരങ്ങള്, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് കേട്ടോ. 3 പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്, 3 രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നു അവിടെ ചർച്ച ചെയ്തിരുന്നത്. ചോദിക്കാം, 1920 ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ചിട്ടാണ്, ഏതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ വരുന്നത്? ഭരണ പരിഷ്കരണത്തെ കുറിച്ചും അതുപോലെ തന്നെ കുടിയാൻ പ്രശ്നവും ഖിലാഫത്തിനെ കുറിച്ചിട്ടുമാണ് എന്ത് 1920 ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തില് ചർച്ച ചെയ്ത രാഷ്ട്രീയ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കാലഘട്ടത്തിലാണ് ഗാന്ധിജി കോഴിക്കോടേക്ക് എത്തുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി കോഴിക്കോട് എത്തിയത്? ഗാന്ധിജി കോഴിക്കോട് എത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു അല്ലെ. ഗാന്ധിജി കോഴിക്കോട് എത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഏത് വർഷത്തിലായിരുന്നു ഗാന്ധിജി പിന്തുണ പ്രഖ്യാപിച്ചത്? 1920 അല്ലെ. 1920 ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിനായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗാന്ധിജിയോടൊപ്പം കേരളത്തിലേക്ക് എത്തിയ ഖിലാഫത്ത് നേതാവ് ആരായിരുന്നു? ഗാന്ധിജിയോടൊപ്പം കേരളത്തിലേക്ക് എത്തിയ ഖിലാഫത്ത് നേതാവ് ആരായിരുന്നു? ഷൗക്കത്ത് അലിയാണ് അല്ലെ. ഷൗക്കത്ത് അലി ആയിരുന്നു ഗാന്ധിജിയോടൊപ്പം കേരളത്തിലേക്ക് എത്തിയ ഖിലാഫത്ത് നേതാവ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരൊക്കെയാണ് അലി സഹോദരന്മാർ എന്ന് പറയുന്നത്? ആരൊക്കെയാണ് അലി സഹോദരന്മാർ എന്ന് പറയുന്നത്? പറഞ്ഞേ, ആരൊക്കെയാണ് അലി സഹോദരന്മാർ?
മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അല്ലെ? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് നമ്മൾ അലിയ സഹോദരന്മാർ എന്ന പേരില് അറിയപ്പെടുന്നത്. ഓക്കെ. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ആരായിരുന്നു കേരളത്തിലെ ഖിലാഫത്ത് പ്രസിഡന്റ്? ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കേരളത്തിൽ ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത് കാട്ടിശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു. പേര് നോട്ട് ചെയ്യണം. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇനി ഖിലാഫത്ത് കമ്മിറ്റിക്ക് 2 പ്രധാനപ്പെട്ട സെക്രട്ടറിമാർ ഉണ്ടായിരുന്നു. ഖിലാഫത്ത് കമ്മിറ്റിക്ക് 2 പ്രധാനപ്പെട്ട സെക്രട്ടറിമാർ കൂടി ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രധാന സെക്രട്ടറി എന്ന് പറയുന്നത് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ കേരളത്തിലെ സെക്രട്ടറി ആയിരുന്നത്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അബ്ദുറഹ്മാൻ സാഹിബ് ആരായിരുന്നു? അബ്ദുറഹ്മാൻ സാഹിബ്? ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഓക്കെ. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ച സ്ഥലം എവിടെയായിരുന്നു? മലബാറിലായിരുന്നു. കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് പ്രദേശമായിരുന്നു എവിടെ? മലബാറിൽ. നോട്ട് ചെയ്യുക. കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് എവിടെ? മലബാറിലായിരുന്നു. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മലബാർ ജില്ലാ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് അല്ലെ? 1916 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു എന്ത്? മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നിരുന്നത്. ഓക്കെ. ആദ്യത്തെ കോൺഗ്രസ് ഏത് കാലഘട്ടത്തിലായിരുന്നു? 1916. എവിടെ വെച്ചായിരുന്നു ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം? എവിടെ വെച്ചായിരുന്നു? പാലക്കാട് വെച്ചിട്ട്. അതിനാരായിരുന്നു അധ്യക്ഷത കൊടുത്തത്? പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? പ്രഥമ അധ്യക്ഷൻ ആനി ബെസന്റ് അല്ലെ? ആനി ബെസന്റ് ആയിരുന്നു ഇതിന്റെ പ്രഥമ അധ്യക്ഷൻ. ഇനി അക്കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഏതൊക്കെ കോൺഗ്രസ് നേതാക്കളായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MD നാരായണ മേനോൻ. വെരി ഗുഡ്. ഓക്കെ. ഇനി രണ്ടാം ഘട്ട സമ്മേളനം എവിടെയാണ് നടന്നത്? ഏത് വർഷത്തിലായിരുന്നു? 1917 കോഴിക്കോട്. കോഴിക്കോട് വെച്ചിട്ട്. അതിനാരായിരുന്നു നേതൃത്വം നൽകിയത് രണ്ടാം ഘട്ടത്തില്? CP രാമസ്വാമി അയ്യരായിരുന്നു. ഇനി മൂന്നാം മലബാർ കോൺഗ്രസ് എവിടെ വെച്ചായിരുന്നു? 1918 തലശ്ശേരിയിൽ. വെരി ഗുഡ്. ഇനി ആരായിരുന്നു അതിന് നേതൃത്വം വഹിച്ചത്? ആസിം അലി ഖാൻ. അലി ഖാൻ ആയിരുന്നു മൂന്നാം ഘട്ടത്തില് നേതൃത്വം വഹിച്ചത്. ഇനി നാലാം ഘട്ടത്തിലോ? വടകര 1919 KP രാമൻ മേനോൻ. ഏത് പ്ലേസ് ആയിരുന്നു? ഏത് സ്ഥലത്തായിരുന്നു? വടകരയിൽ വെച്ചിട്ടായിരുന്നു നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനം. ഇനി 1920 സമ്മേളനത്തിൽ ആരായിരുന്നു നേതൃത്വം വഹിച്ചത്? കസ്തൂരിരംഗൻ അയ്യങ്കാർ. എവിടെ വെച്ചായിരുന്നു സ്ഥലം? മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു 1920 മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത്. ഓക്കെ.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് എന്താണ് കുറച്ചുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാം. അതില് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അല്ലെ, നവോത്ഥാന നായകന്മാർ വരുന്നില്ല, അതിൽ വലിയൊരു ടോപ്പിക്കാണത്. അതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ പഠിച്ചു പോകാം. ഇപ്പൊ ഇത്ര എടുത്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടോ? ഇത്ര എടുത്ത പോയിന്റ്സുകൾ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി കുറച്ച് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് കൂടി നോക്കാം കേട്ടോ. കുറച്ച് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അതില് ഫസ്റ്റ് വരുന്നത് എന്താണ്? SNDP അല്ലെ? SNDPയുടെ മുഴുവൻ പേരെന്താണ്? ധർമ്മപരിപാലന സംഘം അല്ലെ? ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം 1903 മെയ് 15-നാണ് എന്ത് SNDP സ്ഥാപിതമായത്. 1903 മെയ് 15-നാണ് SNDP സ്ഥാപിതമായത്. ഓക്കെ. ഇനി ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷ പദം അലങ്കരിച്ചത് ആരായിരുന്നു? SNDPയുടെ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്നത് ആരായിരുന്നു? ശ്രീനാരായണ ഇവിടെ യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുവാണ് ഇത്തരത്തിലുള്ളൊരു സംഘടനയ്ക്ക്, ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തിന് അധ്യക്ഷത വഹിച്ചതും നേതൃത്വം നൽകിയതും ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ഓക്കെ. SNDPയുടെ ആസ്ഥാനമായി കണക്കാക്കുന്ന ജില്ല എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് എന്ത് SNDP ആസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. ഇനി SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന മറ്റൊരു സംഘടന കൂടി ഉണ്ടായിരുന്നു. അതിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? SNDPയുടെ മുൻഗാമി എന്ന പേരിലെ മറ്റൊരു സംഘടന ആദ്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നത്? വാവൂട്ട് യോഗം കേട്ടോ. വാവൂട്ട് യോഗമായിരുന്നു SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന മറ്റൊരു സംഘടന കേട്ടോ. SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നതാണ് എന്ത്? വാവൂട്ട് യോഗം. വാവൂട്ട് യോഗം എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകുവാൻ വേണ്ടിയിട്ട് കാരണമായ ഒരു യോഗം ഉണ്ടായിരുന്നു. ഏത് യോഗത്തിലാണ് ഇത്തരത്തിലൊരു സംഘടന, ഇത്തരത്തിലൊരു പ്രസ്ഥാനം ഉണ്ടാകണമെന്ന് ഏത് യോഗത്തിന്റെ ഭാഗമായിട്ടാണ്? അരുവിപ്പുറം ക്ഷേത്രയോഗം. ശ്രദ്ധിക്കുക, അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? SNDPക്ക് അല്ലെ? SNDP രൂപീകരണത്തിന് മുന്നായിട്ടുള്ള മുന്നോടിയായിട്ട് ഏത് യോഗവുമായി ബന്ധപ്പെട്ടാണ്? ഏത് യോഗമാണ്? അരുവിപ്പുറം ക്ഷേത്രയോഗവുമായിട്ടാണ് ബന്ധമുള്ളത് അല്ലെ? ഈ യോഗത്തിലാണ് SNDP എന്നൊരു പ്രസ്ഥാനത്തിലേക്കുള്ള ലക്ഷ്യം വരുന്നത്. SNDP സ്ഥാപിതമാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? അരുവിപ്പുറം ക്ഷേത്രയോഗം തന്നെയാണ്. ഓക്കെ, മറന്നുപോയത്. ഇനി അരുവിപ്പുറം ക്ഷേത്രയോഗം ഏതു വർഷത്തിലായിരുന്നു? അരുവിപ്പുറം ക്ഷേത്രയോഗം ഏതു വർഷത്തിലായിരുന്നു? 1898-ലാണ്. സുരഭി എല്ലാം പഠിച്ചിരിക്കാമോ? സുരഭി പെട്ടെന്ന് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. വെരി ഗുഡ് കേട്ടോ. 1898-ലാണ് എന്ത്? അരുവിപ്പുറം ക്ഷേത്രയോഗം പുറപ്പെടുവിച്ചത്. ഓക്കെ, കുറച്ചൊക്കെ പഠിച്ചു മിസ്. വെരി ഗുഡ്. നിങ്ങൾക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടിയാലും അതൊക്കെ നോട്ട് ചെയ്തു പോവാട്ടോ. എല്ലാവരും നമ്മളുടെ NCERT ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്നില്ലേ? PSCയുടെ ഒരു കോർ ഏരിയ മുഴുവൻ കിടക്കുന്നത് ഈ NCERT പുസ്തകങ്ങളിലാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് വായിച്ചു പോവാ, നന്നായിട്ട് ശ്രദ്ധിക്കാം. റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഇനി SNDPയുടെ ആജീവനാന്ത കാല അധ്യക്ഷനായിട്ട് ആരെയാണ് പ്രഖ്യാപിച്ചത്? ആരാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ? ശ്രീ നാരായണ ഗുരുവാണ് കേട്ടോ. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ആര്? ശ്രീ നാരായണ ഗുരു.
ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി കുമാരനാശനായിരുന്നു ആദ്യത്തെ SNDPയുടെ സെക്രട്ടറി ആയിരുന്നത്. കുമാരനാശാനായിരുന്നു SNDPയുടെ ആദ്യ സെക്രട്ടറി. കുമാരനാശാനാണ് SNDPയുടെ ആദ്യ സെക്രട്ടറി. ഇനി ഇതിന്റെ വൈസ് പ്രസിഡന്റ്, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? ഡോക്ടർ പൽപ്പുവാണ് അല്ലേ? SNDPയുടെ വൈസ് പ്രസിഡന്റ് ആയി ചുമതലയേറ്റിരുന്നത് ഡോക്ടർ പൽപ്പുവും സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനുമായിരുന്നു. അധ്യക്ഷത വഹിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്നത് ആരാണ്? കുമാരനാശാനും. പ്രസിഡന്റ് പദം അലങ്കരിച്ചിരുന്നത് ഡോക്ടർ പൽപ്പുവുമായിരുന്നു. ഓക്കെ, ആ 3 പേര് ആ ഓർഡറിൽ കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഈ ശ്രീനാരായണ ഗുരുവിനെ ഇത്തരത്തിലേക്കൊരു ഇത്തരത്തിലേക്കൊരു പ്രസ്ഥാനത്തിലേക്ക് ആരാണ് നയിച്ചത്? ഇത്തരത്തിലൊരു സ്ഥാപനം, മതനവീകരണ പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായത് ആരിൽ നിന്നുമാണ്? ഡോക്ടർ പൽപ്പുവിൽ നിന്നുമാണ് അല്ലെ? ഡോക്ടർ പൽപ്പുവിന്റെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് എന്ത് ഗുരുവിനെ ഇത്തരത്തിലുള്ളൊരു സംഘടന തുടങ്ങാനായിട്ട് അദ്ദേഹം ആരംഭിച്ചു. ഓക്കെ, SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. ഇനി SNDPയുടെ മുഖപത്രമായിട്ട് പുറപ്പെടുവിച്ചത് ഏതിനെയായിരുന്നു? വിവേകോദയമായിരുന്നു. വിവേകോദയമായിരുന്നു SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വിവേകോദയമാണ് SNDPയുടെ മുഖപത്രം. SNDPയുടെ മുഖപത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? വിവേകോദയം. ഓക്കെ, വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപനായിട്ട് നിയമിച്ചത് ആരെയായിരുന്നു? M ഗോവിന്ദനായിരുന്നു. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപനായിട്ട് നിലകൊണ്ടത് ആരായിരുന്നു? M ഗോവിന്ദനായിരുന്നു. M ഗോവിന്ദനായിരുന്നു വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വിവേകോദയമായിരുന്നു SNDPയുടെ മുഖപത്രം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? വെരി ഗുഡ്, യോഗനാഥം അല്ലെ? യോഗനാഥം എന്ന പേരിലാണ് ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് SNDP സ്ഥാപിതമായത്? SNDP സ്ഥാപിതമായ വർഷം എന്നാണ്? 1903 അല്ലെ? 1903 മെയ് 15-നാണ് SNDP സ്ഥാപിതമായത്. SNDPയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ് അല്ലെ? SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. ഓക്കെ, SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന യോഗമായിരുന്നു ഏത്? വാവൂട്ട് യോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന യോഗമായിരുന്നു വാവൂട്ട് യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതായിരുന്നു? SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതായിരുന്നു? അരുവിപ്പുറം ക്ഷേത്രയോഗം കേട്ടോ. അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായത്. ഇനി ഏത് വർഷമായിരുന്നു അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത്? ഏത് വർഷമായിരുന്നു? 1798-ലായിരുന്നു അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം. ഇനി SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരായിരുന്നു? SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. സെക്രട്ടറിയോ? ശ്രീനാരായണ ഗുരുവിന്റെ SNDPയുടെ സെക്രട്ടറി ആരായിരുന്നു ആദ്യകാലിൽ?
കുമാരനാശാൻ. പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? SNDPയുടെ പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ പൽപ്പു ആണ് അല്ലെ. പ്രസിഡന്റ് പദം അലങ്കരിച്ചിരുന്നത് ഡോക്ടർ പൽപ്പുവും സെക്രട്ടറി പദം കുമാരനാശാനും അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്നത് ശ്രീ നാരായണ ഗുരുവുമാണ്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിനെ SNDP യോഗം സ്ഥാപിതമാക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആണ് അല്ലെ. ഡോക്ടർ പൽപ്പു ആണ് SNDPക്ക് നിമിത്തമായ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി SNDPയുടെ മുഖപത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? SNDPയുടെ മുഖപത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വിവേകോദയം അല്ലെ. വിവേകോദയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ SNDPയുടെ മുഖപത്രം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? യോഗനാഥം അല്ലെ. യോഗനാഥം എന്ന പേരിലാണ് ഇപ്പോൾ SNDPയുടെ മുഖപത്രം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ SNDPയെ കുറിച്ചിട്ടുള്ളൊരു ധാരണ നൽകുന്നു. എന്താണ് എന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, അതിനാണ് നമ്മൾക്ക് ഇനി NSS എന്താണെന്ന് നോക്കാം. NSS നായർ സർവീസ് സൊസൈറ്റി. ഒരുപാട് ടോപ്പിക്കുകൾ വരുന്ന പ്രശ്നമുണ്ടോ? നമ്മൾ ചെറിയ പോയിന്റ്സുകളായിട്ടല്ലേ പറയുന്നത്, കുഴപ്പമില്ലല്ലോ, അത്രയും കവർ ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റി NSS. ഓക്കെ, എന്താണ് NSSന്റെ പ്രത്യേകത? NSS എന്താണ്? NSS എന്ന് പറഞ്ഞാല് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ എന്താണ് NSS? നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞേ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെ. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻ ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സ്ഥാപിച്ച ഒരു സംഘടനയായിരുന്നു എന്ത്? NSS എന്ന് പറയുന്നത്. ആര് സ്ഥാപിച്ച മാതൃകയിലായിരുന്നു? 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സ്ഥാപിച്ച ഒരു സംഘടനയായിരുന്നു എന്ത്? NSS എന്നറിയപ്പെടുന്നത്. ഇത് ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു? ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു? നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച സംഘടനയായിരുന്നു എന്ത്? നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നായർ സമാജം എന്ന് നമ്മൾ പറയും അല്ലെ. നായർ സമാജം സ്ഥാപിച്ചത് എവിടെയാണ്? സൊസൈറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പെരുന്ന അല്ലെ. പെരുന്ന 1914 ഒക്ടോബർ 31 കേട്ടോ. 1914 ഒക്ടോബർ 31 പെരുന്ന എന്ന സ്ഥലം. പെരുന്ന എവിടെയാണ്? ചങ്ങനാശ്ശേരി കോട്ടയം അല്ലെ. ചങ്ങനാശ്ശേരി കോട്ടയം അല്ലെ, ആ ഭാഗത്താണ് പെരുന്ന എന്ന സ്ഥലം. അവിടെയാണ് ഇത് അതിന്റെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ NSSന്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്ന. പെരുന്നയാണ് NSSന്റെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ നായർ സർവീസ് സൊസൈറ്റിക്ക് നമ്മൾ ആദ്യകാലങ്ങളില് മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? നായർ വൃദ്ധജന സംഘം എന്നാണ്. നായർ വൃദ്ധജന സംഘം എന്നാണ് NSSനെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്. നായർ വൃദ്ധജന സംഘമാണ് NSSനെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്. ഓക്കെ, നായർ സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരായിരുന്നു? നായർ സർവീസ്
സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയായിരുന്നു കെ പരമപിള്ള. കെ പരമപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി. ഓക്കെ, ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ചുമതലയേറ്റിരുന്നത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. NSSന്റെ ആദ്യ പ്രസിഡന്റായിട്ട് നായർ സർവീസ് സൊസൈറ്റി കെ കേളപ്പൻ. ഓൾറെഡി പഠിച്ചു കേട്ടോ. NSS ആരായിരുന്നു? കെ കേളപ്പൻ ആയിരുന്നു അതിന്റെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. NSSന്റെ പ്രധാന സെക്രട്ടറി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. NSSന്റെ പ്രധാന സെക്രട്ടറിയായി അറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. മന്നത്ത് പത്മനാഭനാണ് NSSന്റെ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നത്. ഇനി ഈ സംഘടനയുടെ ആദ്യ ട്രഷററായിട്ട് ആരാണ് അറിയപ്പെട്ടിരുന്നത്? പനങ്ങാട്ട് കേശവ പണിക്കറായിരുന്നു. പനങ്ങാട്ട് കേശവ പണിക്കറായിരുന്നു NSSന്റെ ആദ്യ ട്രഷററായിട്ട് നിയമിതനായത്. ആരാണ്? പനങ്ങാട്ട് കേശവ പണിക്കറായിരുന്നു NSSന്റെ ആദ്യ ട്രഷറർ. പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു? കെ പരമപിള്ളയും. അതുപോലെ തന്നെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരായിരുന്നു? കെ കേളപ്പൻ. ആദ്യ പ്രസിഡന്റ് ആയിട്ട് NSSന്റെ ചുമതലയേറ്റത് കെ കേളപ്പനും. ആദ്യ സെക്രട്ടറി ആയിരുന്നത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു NSSന്റെ സെക്രട്ടറി ആയിരുന്നത്. ഇനി NSSന്റെ ആദ്യ ട്രഷറർ എന്ന പേരിൽ ആരായിരുന്നു അറിയപ്പെട്ടിരുന്നത്? പനങ്ങാട് കേശവ പണിക്കർ. യെസ്, പനങ്ങാട് കേശവ പണിക്കരായിരുന്നു എന്തിന്റെ ട്രഷറർ ആയിരുന്നത്? NSSന്റെ ട്രഷറർ ആയിരുന്നത്. ഇനി മന്നത്ത് പത്മനാഭനോടൊപ്പം ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ഉന്നമനത്തിനായിട്ട് കൂടെ പ്രവർത്തിച്ച മറ്റു വ്യക്തികൾ കൂടി ഉണ്ടായിരുന്നു. അവരാരെല്ലാം എന്ന് നോക്കാം. ആരൊക്കെയാണ്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ശ്രദ്ധിക്കുക കേട്ടോ. NSSന്റെ പ്രവർത്തനത്തിനായിട്ട് മന്നത്ത് പത്മനാഭന്റെ ഒപ്പം നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മറ്റു വ്യക്തിത്വങ്ങളാണ് ആരൊക്കെയാണ്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരനാശാൻ. അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, കളത്തിൽ വേലായുധൻ നായർ. കളത്തിൽ വേലായുധൻ നായർ. ആരൊക്കെയായിരുന്നു? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരനാശാൻ. ദാമോദരനാശാൻ കേട്ടോ. അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, കളത്തിൽ വേലായുധൻ നായർ. കളത്തിൽ വേലായുധൻ നായർ എന്നിവരായിരുന്നു മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പ്രധാന വ്യക്തിത്വങ്ങൾ. ഇനി NSSന്റെ മുഖപത്രം സർവീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. NSSന്റെ മുഖപത്രം സർവീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രദ്ധിക്കുക, NSSന്റെ മുഖപത്രം സർവീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. SNDPയുടെ മുഖപത്രം നമ്മൾ ഏത് പേരിലാണ് പഠിച്ചത്? SNDPയുടെ വിവേകോദയം. വിവേകോദയം എന്നും. എന്നാൽ ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രത്തിന്റെ പേരെന്താണ്? യോഗനാഥം. യോഗനാഥം. ഓക്കെ. കറുകച്ചാൽ എന്ന സ്ഥലത്തായിരുന്നു എന്താ സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം. മുഖപത്രമായ സർവീസ് ഏത് പ്രദേശത്തായിരുന്നു ആദ്യം ആരംഭിച്ചത്? കറുകച്ചാൽ എന്ന പ്രദേശത്തായിരുന്നു സർവീസ് പ്രസിദ്ധീകരണം ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇനി നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആദ്യ സ്കൂള് സ്ഥാപിക്കുകയുണ്ടായി. എവിടെയായിരുന്നു ആദ്യത്തെ സ്കൂള് സ്ഥാപിതമായത്? കറുകച്ചാൽ, കോട്ടയം. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ് NSSന്റെ ആദ്യ സ്കൂള് സ്ഥാപിതമായത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ ഒരു വിദ്യാലയം എവിടെയാണ് സ്ഥാപിതമായത്? കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ്. കറുകച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്?
കോട്ടയം ജില്ലയിലാണ് കേട്ടോ. കോട്ടയം ജില്ലയിലാണ് കറുകച്ചാൽ. അവിടെയാണ് ആദ്യത്തെ NSSന്റെ സ്കൂള് സ്ഥാപിതമായത്. ഇനി ഇതിന്റെ NSS സ്കൂളിന്റെ പ്രധാന ഹെഡ് മാസ്റ്റർ ആയിരുന്നു ആരായിരുന്നു? നമ്മുടെ കേളപ്പനായിരുന്നു കേട്ടോ. കേളപ്പനായിരുന്നു NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആയിരുന്നത്. പ്രധാന അധ്യാപകനായിരുന്നത് ആരായിരുന്നു? കേളപ്പനായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു സ്കൂൾ സ്ഥാപിതമായി. അതുപോലെ തന്നെ NSSമായി ബന്ധപ്പെട്ട കോളേജുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അവയെല്ലാം നോക്കാം അല്ലെ. NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരി അല്ലെ. കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിലെ NSS ഹിന്ദു കോളേജ് കേട്ടോ. NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരി 1947 കാലഘട്ടത്തിലാണ് ഇത് സ്ഥാപിതമായത്. എന്നാണ് ചങ്ങനാശ്ശേരിയിലാണ്, കോട്ടയത്തിൽ ചങ്ങനാശ്ശേരിയിലാണ് ആദ്യത്തെ കോളേജ് സ്ഥാപിതമായത് 1947. അതിന്റെ ആദ്യ പ്രിൻസിപ്പളായിട്ട് നിയമിതനായത് ആരായിരുന്നു? TK നാരായണയ്യരായിരുന്നു. TK നാരായണയ്യരായിരുന്നു ആദ്യ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തത്. ഓക്കെ, അപ്പൊ നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളും സ്ഥാപിതമായി. അതെവിടെയായിരുന്നു സ്കൂൾ സ്ഥാപിതമായത്? കറുകച്ചാലിൽ, കോട്ടയം കറുകച്ചാലിലും. കോളേജ് എവിടെയാണ് സ്ഥാപിതമായത്? ചങ്ങനാശ്ശേരി, കോട്ടയം. ചങ്ങനാശ്ശേരി കോട്ടയത്തുമാണ് എന്ത് ആദ്യ കോളേജ് സ്ഥാപിതമായത്. അതിന്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റിരുന്നത് ആരായിരുന്നു? TK നാരായണയ്യർ കേട്ടോ. TK നാരായണയ്യർ. ഇനി ഈ നായർ സർവീസ് സൊസൈറ്റിക്ക് മറ്റു പേരുകളും നിലകൊണ്ടിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മലയാളി സഭ എന്ന പേരിലും കേരളീയ നായർ സംഘടന എന്നീ പേരുകളിലുമായിരുന്നു NSS സംഘടനയെ നിലകൊണ്ടിരുന്നത്. NSS സംഘടനയ്ക്ക് മറ്റ് 2 പേരുകൾ കൂടി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? മലയാളി സഭ. മലയാളി സഭ എന്നറിയപ്പെടുന്നതും NSS തന്നെയാണ്. കേരളീയ നായർ സംഘടന എന്ന് പറയപ്പെടുന്നത് എന്താണ്? NSS സംഘടനയാണ് കേട്ടോ. NSS സംഘടനയ്ക്ക് മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. ഇതൊക്കെയാണ് മലയാളി സഭയും കേരളീയ നായർ സംഘടനയും. കേരളീയ നായർ സമാജം. ഇനി നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തില് സമസ്ത കേരള നായർ സമ്മേളനം ആദ്യമായി നടന്നത് ഏത് വർഷത്തിലായിരുന്നു? 1916. 1916 നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തില് സമസ്ത കേരള നായർ സമ്മേളനം. സമസ്ത കേരള നായർ സമ്മേളനം തുടങ്ങിയത് ഏത് വർഷമായിരുന്നു? 1916 സമ്മേളനം ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം എന്നായിരുന്നു? 1925. ഓക്കെ, ഇനി ഈ NSSന്റെ നേതൃത്വത്തില് ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തില് ആരംഭിച്ച ഒരു ദേശീയ നാഷണൽ പാർട്ടി ഉണ്ടായിരുന്നു. NSSന്റെ നേതൃത്വത്തില് ഒരു ദേശീയ നാഷണൽ പാർട്ടി കൂടി ആരംഭിച്ചിരുന്നു. അത് ഏതായിരുന്നു? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി ആയിരുന്നു എന്ത്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി ആയിരുന്നു എന്ത്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് 2 പോയിന്റ് കൂടിയുള്ളൂ. NSSന്റെ ആദ്യ കരയോഗം നടന്നത് പത്തനംതിട്ടയിലെ തട്ടയിലാണ്. പത്തനംതിട്ട എന്ന ജില്ലയിലെ തട്ട എന്ന പ്രദേശമാണ് കേട്ടോ. തട്ട. NSSന്റെ ആദ്യ കരയോഗം നടന്നത് എവിടെ വെച്ചായിരുന്നു? പത്തനംതിട്ടയിലെ തട്ടയിൽ വെച്ചാണ്. തട്ടയിൽ നിന്നുള്ള സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. പത്തനംതിട്ട. തട്ട എന്നുള്ളത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും, ഓർത്ത് വെക്കാം.
ഇനി നമ്മളപ്പോ സ്കൂള് പറഞ്ഞു, ഒരു നാഷണൽ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു, കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താണ്, ഇനി ഒരു ആശുപത്രി കൂടി എന്താണ് NSS സ്ഥാപിതമാക്കിയിട്ടുണ്ട് അല്ലെ. പന്തളത്താണ് NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത്. പന്തളത്താണ് NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നായർ സർവീസ് സൊസൈറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു പോയ ഭാഗങ്ങൾ സമയമായി അല്ലെ, 3 മണിയായല്ലേ. പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരുന്നതാണ്. അപ്പൊ ഇനി അടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക. സാമൂഹ്യ ഭരണ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ 2 എണ്ണമാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. SNDPയും NSSും എടുത്തിരുന്നു. പിന്നെ കലാപങ്ങൾ ഏതൊക്കെ പറഞ്ഞു, ആറ്റിങ്കൽ കലാപവും പറഞ്ഞു, കലാപവും പറഞ്ഞു, മലബാർ ജില്ല കോൺഗ്രസ്. ഇനി ആരെ കുറിച്ചാ പറഞ്ഞത്, കുണ്ടറ വിളംബരം പറഞ്ഞില്ലേ, നീലത്തമ്പി ദളവയെ കുറിച്ച്. ഇത്രയും പോയിന്റ്സുകൾ നന്നായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you. Thank you, ma'am. Thank you, Miss. Thank you. Thank you.